ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനും 10th പ്ലസ് 2 ലെവൽസിനും എല്ലാത്തിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും കേവല ഭൂരിപക്ഷം പുറത്താക്കാൻ ആവശ്യമാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കേവല ഭൂരിപക്ഷമാണോ പ്രത്യേക ഭൂരിപക്ഷമാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിന്റെ ആൻസറിലേക്ക് പോവാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് ആയിട്ട് ജഡ്ജിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഹൈക്കോടതിയുടെ അധികാര പരിധി വർദ്ധിപ്പിക്കാനുള്ളത് അധികാരം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിനാണ്. ഇനി ഹൈക്കോടതി ജഡ്ജിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷെ ആരോട് കൂടിയാലോചന നടത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടും സംസ്ഥാനത്തെ ഗവർണറോടും അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോടും ആലോചിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹൈക്കോടതി ജഡ്ജിനെ നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഹൈക്കോടതി ജഡ്ജിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പക്ഷെ 3 പേരോട് കൂടിയാലോചിക്കണം. ആരോടൊക്കെയാണ്? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോടും അതുപോലെ തന്നെ ഏത് സംസ്ഥാനത്തെ ആണോ ആ സംസ്ഥാനത്തെ ഗവർണറോടും അതുപോലെ തന്നെ പ്രസ്തുത സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോടും കൂടിയാലോചിച്ചെങ്കിൽ മാത്രമേ പ്രസിഡന്റിന് ഹൈക്കോടതി ജഡ്ജിനെ നിയമിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കണമെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും പ്രസ്തുത സംസ്ഥാന ഗവർണറിന്റെയും അനുമതിയോട് കൂടിയിട്ടാണ് ആര് നിയമിക്കുന്നത്? ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഭരണഘടനാ പ്രകാരം ഓരോ സംസ്ഥാനത്തെയും ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് അറിയാമല്ലോ. 34 1 + 33 എന്നിട്ടുള്ള രീതിയിൽ ടോട്ടലി അതിന്റെ എണ്ണം. അതുപോലെ തന്നെ ഈ ഹൈക്കോടതി ജഡ്ജിമാരുടെ എണ്ണം എത്ര വേണം എന്നിട്ടുള്ള കാര്യം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് ഞാൻ 1 + 33 എന്ന് പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിലാണ്. ചീഫ് ജസ്റ്റിസോട് ചേർത്തിട്ടാണ് സുപ്രീം കോടതിയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഹൈക്കോടതിയുടെ കാര്യം അങ്ങനെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ ഭരണഘടനാ പ്രകാരം? ഇല്ല. ഇനി ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കിയപ്പെട്ട വർഷം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് പഠിച്ചു വെക്കണം. 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കപ്പെട്ടത്. ഇനി ഈ ഹൈക്കോർട്ടിനെ പറ്റിയിട്ട് നമ്മുടെ ആർട്ടിക്കിളിൽ ഏത് മുതൽ ഏത് വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 214 മുതൽ 231 വരെയാണ്. അതായത് ഓരോ സംസ്ഥാനത്തിനും ഓരോ ഹൈക്കോടതി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഏത് 214 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 214 മുതൽ 231 വരെയാണ് ആർട്ടിക്കിളിൽ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ഏത് ഭാഗത്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 6 ഹൈക്കോടതിയെ പറ്റി പറയുന്നത്. സുപ്രീം കോടതിയെ പറ്റി പറയുന്നത് പാർട്ട് 5 ഓർത്ത് വെച്ചേക്കണം. പാർട്ട് 6 ആരെ പറ്റി പറയുന്നു? ഹൈക്കോടതിയെ പറ്റി പറയുന്നുണ്ട്. ഇനി 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ആകാം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ആണ്. അത് 1956 അപ്പൊ 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഹൈക്കോടതി ആകാം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ഭേദഗതി 7ാമത്തേതാണ്. 1956 ഇത് വന്നത് എന്ന കാര്യവും ഓർത്തു വെച്ചിരിക്കേണ്ടതാണ്. ഫോർമേഷൻ ഓഫ് ഹൈക്കോർട്ട് ചോദിക്കുമ്പോൾ ആർട്ടിക്കിൾ 216 വേണം പറയാൻ. ഒരു സംസ്ഥാനത്തിന് ഒരു ഹൈക്കോടതി വേണം 214. ഇനി യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ ഈ നമ്പർ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി. 241 ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഹൈക്കോടതി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് 241 പറയുന്നത്. 214 എന്താണ്? സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട. ഇനിയും ഹൈക്കോടതിയൊക്കെ ഫോം ചെയ്യുന്ന രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് 216 കാര്യവും ഓർത്ത് വെച്ചേക്കണം. ഹൈക്കോടതി ഏത് പാർട്ടിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഭരണഘടനയുടെ 6. ഇനിയും അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ജഡ്ജിമാരുടെ ശമ്പളവും ആനുകൂല്യവും വകയിരുത്തുന്നത് സംസ്ഥാനത്തെ ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും ആനുകൂല്യവും സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്. പക്ഷെ ഇവര് പെൻഷൻ ആയി കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നിട്ടാണ്. അപ്പൊ ശമ്പളവും ആനുകൂല്യവുമാണ് എങ്കിൽ ഹൈക്കോടതിമാരുടെ ജഡ്ജിമാരുടെ ആണെങ്കിൽ സംസ്ഥാനത്തിൽ നിന്നും
പെൻഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുമാണെന്ന കാര്യം സെപ്പറേറ്റ് ആയിട്ട് വൃത്തായിട്ട് ഓർത്തു വെച്ചിരിക്കണം. ഇനി വിരമിച്ച ചീഫ് ജസ്റ്റിസിനായാലും ജഡ്ജിമാർക്കും ആയാലും എത്രയാണ് പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവസാനം എടുത്ത ശമ്പളത്തിന്റെ പകുതിയാണ് ലഭിക്കുന്നത്. അവസാന മാസം എടുത്തിരിക്കുന്ന ശമ്പളത്തിന്റെ പകുതിയാണ് പെൻഷനായിട്ട് ലഭിക്കുന്നത്. പെൻഷൻ എവിടുന്ന് കിട്ടുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ശമ്പളമാണെങ്കിലോ സംസ്ഥാനത്തെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നിട്ടാണ്. രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ഒരു ഹൈക്കോടതി ജഡ്ജിയെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. എത്രയൊക്കെ റീസൺസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്വഭാവ ദൂഷ്യവും, രണ്ടാമത് പ്രാപ്തിക്കുറവും. അപ്പൊ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ ഇംപീച്ച് ചെയ്യാൻ പറ്റുന്നത്. ഏതൊക്കെയാണ്? സ്വഭാവ ദൂഷ്യവും അതുപോലെ തന്നെ പ്രാപ്തിക്കുറവും ആണ്. ഇനി അടുത്തത് ഇനി പറയുന്ന പോയിന്റ്സ് രണ്ടും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജഡ്ജിമാരെ നീക്കം ചെയ്യാനുള്ള സെയിം പ്രൊസീജിയർ ആണ്. രണ്ടും ഒരുപോലെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഈ നീക്കം ചെയ്യൽ പ്രമേയം 2 കണ്ടീഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ലോക്സഭയിൽ എത്ര അംഗങ്ങൾ ഒപ്പുവെക്കണം? 100 അംഗങ്ങൾ. രാജ്യസഭയിൽ എത്ര അംഗങ്ങൾ ചെയ്യണം? 50 അംഗങ്ങൾ. ആർക്കാ? സ്പീക്കർക്കോ ചെയർമാനോ നൽകേണ്ടതാണ്. അപ്പം നീക്കം ചെയ്യാനുള്ള പ്രമേയം ലോക്സഭയിൽ 100 അംഗങ്ങളും രാജ്യസഭയിൽ 50 അംഗങ്ങളും ഒപ്പുവെച്ച് സ്പീക്കർക്കോ ചെയർമാനോ നൽകേണ്ടതാണ്. സ്പീക്കറിനോ ചെയർമാനോ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. യാതൊരുവിധ നിർബന്ധവുമില്ല ഇത് അംഗീകരിക്കണം, വേണമെങ്കിൽ അത് നിരസിക്കുകയും ചെയ്യാം. ഇനി പ്രമേയം അംഗീകരിച്ചെന്നിരിക്കട്ടെ, അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ കുറ്റാരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എത്ര അംഗ സമിതിയെ? 3 അംഗ സമിതിയെ രൂപീകരിക്കണം. അതായത് ഈ ജഡ്ജിയെ പുറത്താക്കാനുള്ള പ്രമേയം അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്പീക്കർ കുറ്റാരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എത്ര അംഗ സമിതിയെ രൂപീകരിക്കണം? 3 അംഗ സമിതിയെ രൂപീകരിക്കണം. ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം? ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ് ഉണ്ടായിരിക്കണം. ഇനിയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഒരു വിശിഷ്ട നിയമജ്ഞൻ എന്നിവർ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ ഒരു വിശിഷ്ട നിയമജ്ഞനും ഉണ്ടായിരിക്കണം. ഈ 3 പേര് അടങ്ങുന്നതാണ് ഏതുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഈ പറയുന്ന സുപ്രീം കോടതി ജഡ്ജിനെ ആയാലും ഹൈക്കോടതി ജഡ്ജിനെ ആയാലും നീക്കം ചെയ്യാനുള്ള കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത്. ഈ കമ്മിറ്റി സ്വഭാവ ദൂഷ്യമോ പ്രാപ്തിക്കുറവോ ജഡ്ജിയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആർക്ക് പ്രമേയം പരിഗണിക്കാം? സഭയ്ക്ക് പ്രമേയം പരിഗണിക്കാം. ഒന്നുകൂടെ പറയാം, അതായത് പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ട് എത്ര പേരുടെ ഒപ്പം ഉണ്ടായിരിക്കണം? ലോക്സഭയിൽ നിന്ന് 100 അംഗങ്ങളുടെയും രാജ്യസഭയിൽ നിന്ന് 50 അംഗങ്ങളുടെയും ഉണ്ടായിരിക്കണം. ചെയർമാന് ഈ ഒരു പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. അംഗീകരിച്ചു കഴിഞ്ഞാൽ 3 അംഗ കമ്മിറ്റിയെ നിയമിക്കണം. ആ 3 അംഗ കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതിയുടെ ജഡ്ജോ, ഇനി 2ാമത്തെ വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, 3ാമത്തെ വ്യക്തി ഒരു വിശിഷ്ട നിയമജ്ഞനും ഉണ്ടായിരിക്കണം. ഇനി ഇവര് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതായത് സ്വഭാവ ദൂഷ്യമോ പ്രാപ്തിക്കുറവോ ജഡ്ജിയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രമേയം പരിഗണിക്കാം. ഇനി അതിനുശേഷമാണ് അടുത്ത പ്രോസസ്സ് വരുന്നത്. പാർലമെന്റിന്റെ ഓരോ സഭയും പ്രത്യേക ഭൂരിപക്ഷത്തോടെ, ഇപ്പൊ ഏത് ഭൂരിപക്ഷത്തോടെ? പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രപതിക്ക് ജഡ്ജിയെ നീക്കം ചെയ്യുവാനുള്ള ഉത്തരവ് സാധിക്കും. അപ്പൊ കേവല ഭൂരിപക്ഷം പറ്റുമോ? ഇല്ല. ഈ പ്രമേയം അംഗീകരിച്ചതിന് ശേഷം പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് പ്രമേയം പാസാക്കി രാഷ്ട്രപതിക്ക് സമർപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ഉത്തരവിൽ നിന്ന് ഇതിനെ ഇംപീച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതുവരെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ആരെയും എന്ത് ചെയ്തിട്ടില്ല? ഇംപീച്ച്മെന്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ ഹൈക്കോടതി ജഡ്ജാണ് സൗമിത്ര സെൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സൗമിത്ര സെൻ ആണ് ഈ ഒരു പരിപാടി ആദ്യമായിട്ട് നേരിട്ട വ്യക്തി. പക്ഷെ ഇവരെ ഇംപീച്ച് ചെയ്തിട്ടില്ല. ഇനി ഇതുപോലെ സെയിം സംഭവം സുപ്രീം കോടതി ജഡ്ജ് ഉണ്ട്, വി രാമസ്വാമിയാണ് സുപ്രീം കോടതി ജഡ്ജ്, ഇംപീച്ച്മെന്റ് നേരിട്ടത്. പക്ഷെ ഇതുവരെ സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും എന്ത് ചെയ്തിട്ടില്ല? ഇംപീച്ച് നടപടിയിലൂടെ ആരെയും ജഡ്ജിമാരെ പുറത്താക്കിയിട്ടില്ല. അപ്പം നേരിട്ടത് സൗമിത്ര സെൻ ആണ് ഹൈക്കോടതിയിൽ. സുപ്രീം കോടതിയിലാണെങ്കിൽ വി രാമസ്വാമി ആണെന്ന കാര്യവും ഓർത്തു വെച്ചേക്കണം. ഇനി നമുക്ക് ഈ ഗുവാഹത്തി ഹൈക്കോടതിയിൽ 4 ഹൈക്കോടതിയും കൂടെ ആസ്ഥാനവും ഗുവാഹത്തിയിലാണ്. ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശിന്റെയും ആസാമിന്റെയും നാഗാലാൻഡിന്റെയും മിസോറാം. ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മിസോറാം എന്നിവയുടെ ഹൈക്കോടതി എന്ന് പറഞ്ഞിരിക്കുന്നത് ഗുവാഹത്തിയിലാണ് അവരുടെ ആസ്ഥാനം എന്ന്
പറയുന്നത്. അപ്പം ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശരിയല്ലേ? ആണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും കേവല ഭൂരിപക്ഷം ആണോ വേണ്ടത്? അല്ല. ഏതാണ് വേണ്ടത്? പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ച് വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. സുപ്രീം കോടതിയിലായാലും ഹൈക്കോടതിയിലായാലും ജഡ്ജിമാരെ പുറത്താക്കുന്നതിന് വേണ്ടി സ്വഭാവ ദൂഷ്യത്തിന്റെയോ പ്രാപ്തിക്കുറവിന്റെയോ അടിസ്ഥാനത്തിൽ ആണ് ഇവരെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേക ഭൂരിപക്ഷം വേണം. പിന്നെ ഇതിനകത്തുള്ള 3 അംഗ കമ്മിറ്റിയുടെ കാര്യം നിങ്ങൾ ഓർപ്പിച്ചേക്കണം. എങ്ങനെയാണ് ഹൈക്കോടതി ജഡ്ജിന്റെ ഇതും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും പ്രസിഡന്റ് കൂടിയാലോചനയിൽ ഉൾപ്പെടുത്തുന്നത് ആരെയൊക്കെയാണ്, ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ്, ഏത് പാർട്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. പെൻഷൻ എവിടെ നിന്നാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ശമ്പളം ഏത് ഫണ്ടിൽ നിന്നിട്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.